നമസ്കാരം. ഭാവികാല ബ്രാഹ്മണനായിട്ടുള്ള ഷിറ്റ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വിസുഗുരു വരുന്നത് കൊണ്ട് ഗുരുവായൂരിൽ 12 സാധാരണക്കാരുടെ കല്യാണം മുൻകൂട്ടി തീരുമാനിച്ചത് മാറ്റിവെക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും അസ്വസ്ഥത പുകയുന്നത് നിങ്ങൾ കണ്ടു? ഏതോ ആയിക്കോട്ടെ, ഗുരുവായൂർ അമ്പലത്തിന്റെ രീതികൾക്ക് അടിസ്ഥാനപ്പെടുത്തി മുൻകൂട്ടി ഈ മുഹൂർത്തം നിശ്ചയിച്ചാണല്ലോ ഓരോ നാളിനെ അടിസ്ഥാനപ്പെടുത്തി വിവാഹങ്ങൾ, ഇവിടത്തെ ഹിന്ദു ആചാരപ്രകാരം വിവാഹങ്ങൾ നിശ്ചയിക്കുന്നത്. അതിന് ഈ നാളുകളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ മുഹൂർത്തം നിശ്ചയിച്ചു കൊടുക്കുന്നത്. ആ മുഹൂർത്തത്തെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ ഇവിടത്തെ ഒരു സവർണ മാടമ്പിയുടെ മകളുടെ വിവാഹം നടക്കുന്നു. അതിൽ ഈ നാട്ടിലെ മറ്റൊരു വിശ്വ പൗരനും വിശ്വ കുരുവും പങ്കെടുക്കുന്നുണ്ട്. മാറ്റിവെക്കണം. ഒരു പ്രശ്നമില്ലല്ലോ, ഒരു തരത്തിലുള്ള നിലവിളിയോ മോങ്ങലോ ഉയരുന്നില്ലല്ലോ. നേരെ മറിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹമാണ് ഈ നടക്കുന്നതെന്ന് വിചാരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPMന്റെ ദേശീയ നേതാക്കളായിട്ടുള്ള സീതാറാം യെച്ചൂരിയും മറ്റ് നേതാക്കന്മാരും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വരുമ്പോൾ ഇങ്ങനെ ഒരു 12 കല്യാണം മാറ്റി വെച്ചു എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നിട്ട് ചിന്തിക്കൂ, ഇതിൽ ഏതിനാണ് ഈ നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? സാധാരണക്കാരും അല്ലെങ്കിൽ പിന്നോക്കക്കാരായിട്ടുള്ള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വിവാഹ ചടങ്ങിൽ മറ്റ് കല്യാണങ്ങൾ മാറ്റിവെച്ചാൽ ഇവിടത്തെ സവർണ ഹിന്ദുക്കളുടെ കുരു പൊട്ടി ഒഴുകിയേനെ. പക്ഷേ ഒരു സവർണ ഹിന്ദുവിന്റെ കല്യാണം നടക്കുമ്പോൾ അതിൽ ഈ നാടിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വിസുഗുരു പങ്കെടുക്കാൻ വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെക്കണം. അവൻ ഈ നാട്ടിൽ അവകാശമില്ല. അവൻ ഈ നാടിന്റെ പൗരനാണെന്നുള്ള എല്ലാത്തരം അവന്റെ അവകാശങ്ങളെ റദ്ദാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം, അതിനെ മര്യാദകേടാണെന്ന് പറയാൻ ഇവിടുത്തെ ഒരു മാധ്യമത്തിന്റെയും നാവ് ഉയരുന്നില്ല. ഈ മിനിറ്റ് വെച്ചിട്ടാണ് ഈ നാട്ടിലെ സർക്കാരിനെ വിമർശിക്കാൻ പല പല കാരണങ്ങൾ കണ്ടെത്തുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നം, അതായത് ഒരു ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രി വരുന്നു എന്ന് കരുതിക്കൊണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്ന വിവാഹങ്ങൾ മാറ്റുമ്പോൾ അവർക്ക് അവരുടെ വിവാഹം നടത്താൻ ഈ നാട്ടിൽ അവകാശം റദ്ദാക്കപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ക്ഷേത്രത്തിനകത്തൊക്കെ നടത്താൻ പാടുണ്ടോ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൈവങ്ങളും അവിടുത്തെ ചിട്ടാവട്ടവും വെച്ചിട്ട് ഓൾ ആർ ഈക്വൽ ബിഫോർ ആരാണ്? ദൈവം, അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയാം. ആ ദൈവത്തിന്റെ മുന്നിൽ ചിലരുടെ കാര്യങ്ങൾ നീക്കി വെക്കുകയാണ്. അവർക്കൊന്ന് ഇവിടെ ദൈവത്തിന്റെ മുന്നിൽ ചിലർ വരുമ്പോൾ ഒരു വിലയില്ലത്ര. കാര്യം വിശ്വഗുരു വന്നു കഴിഞ്ഞാൽ വിശ്വഗുരുവായിട്ട് ബന്ധപ്പെട്ട് രാവിലെ 6 മണി മുതൽ 10 മണി വരെയുള്ള സകലമാന പരിപാടികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. മുൻകൂട്ടി തീയതി നിശ്ചയിച്ചവർ അങ്കലാപ്പിലായിട്ട് ആ അങ്കലാപ്പ് കേൾക്കാനോ അവരുടെ പ്രതികരണം എടുക്കാനോ അവർക്കുണ്ടായ ഈ ദുരവസ്ഥയെ പൊതുജനങ്ങളുടെ മധ്യത്തിലെത്തിക്കാനോ ഇവിടത്തെ ഒരു മാപ്രകളുടെ കോലും ഉയരത്തില്ലെന്നേ. ഇതല്ലേ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നത് ഈ സെലക്റ്റീവ് മാധ്യമ പ്രവർത്തനമൊന്നും ആരും പറഞ്ഞു കളയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നടത്തുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാധ്യമ പ്രവർത്തനമാണ്. ഇതും പോരാഞ്ഞിട്ട് ഈ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് ഇനി ആ ദിവസങ്ങളിലെങ്ങാനും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിസുഗുരു എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കല്യാണം നടത്തണമെങ്കിൽ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ഫോട്ടോ ഉൾപ്പെടെ കൊടുത്ത് പാസ് എടുക്കണം. എന്തൊരു ഗതികേടെന്ന് ആലോചിക്കും. ഈ നാട്ടിലാണ് ഈ നടക്കുന്നത്. അത് വെള്ളരിക്ക പട്ടണമാണെന്ന് ആരും ചോദിക്കരുത്. ഇങ്ങനെ ചിലർ ഈ നാട്ടിൽ വരുമ്പോൾ എന്ത് തരം ആചാരത്തെ മാറ്റിവെക്കാം, മനുഷ്യന്റെ അവകാശങ്ങളെ മുഴുവൻ റദ്ദാക്കാം. ഇവിടെ ഇപ്പോൾ ഗുളിക വാങ്ങിക്കാൻ പോയി മുടങ്ങുന്നവരില്ല, പാല് വാങ്ങിക്കാൻ പോയി അത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായില്ല. ഈ റോഡ് ഷോ ഒക്കെ നടക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. ഓട്ടോയിൽ പ്രസവിക്കാൻ പോയ ഗർഭിണി അത് പ്രസവിച്ച ചരിത്രം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയ ആംബുലൻസ് വഴിയിലാകില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇത് എല്ലാവരും അങ്ങ് മറച്ചു പിടിക്കും. ഇനി വരുന്നതിന്റെ ആഘോഷം മാത്രം മണിക്കൂറുകൾ പലതരത്തിലുള്ള പൊലിപ്പീര് ലൈവുകളിൽ അങ്ങ് ഓടും. പക്ഷേ ആ സാധാരണക്കാരന് ഈ നാട്ടിൽ റദ്ദാക്കപ്പെട്ടു പോയ അവന്റെ അവകാശം, ഏതൊരു വ്യക്തിയുടെയും മക്കളുടെ വിവാഹം, അത് ഷിറ്റ് ഗോപിയുടെ മക്കളുടെ വിവാഹം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ഒരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം ഇങ്ങനെ തലയ്ക്കടി കിട്ടിയ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന നിങ്ങളോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ നമ്മൾ താരാരാധനയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അടിമക്കണ്ണന്മാരായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. പക്ഷേ സ്വന്തം മകനെ ആ സ്ഥാനത്തൊന്ന് നിർത്തി ആലോചിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തം മകളെ ആ സ്ഥാനത്തൊന്ന് നിർത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ചോദ്യം. ആ ചോദ്യം ഉന്നയിക്കാത്ത മാധ്യമങ്ങൾ,
ആ ചോദ്യം പറയാൻ ധൈര്യപ്പെടാത്ത മാപ്രകൾ അവരെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഈ സർക്കാരിനെതിരെ, എന്തെടുത്ത് പിണറായിക്കെതിരെ വിമർശിക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണം നടത്തുകയാണ് ഇവരുടെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ. അവർ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നാൽ പോലും പുറത്തു പറയില്ല. തൃശ്ശൂരിൽ നമ്മൾ കണ്ടില്ലേ, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ശിവജട, അതായത് മറ്റാവശ്യങ്ങൾക്ക് ചില്ല മുറിക്കാൻ ചെന്നപ്പോൾ ശിവജടയായിരുന്നത്. വിശ്വഗുരു വന്ന സന്ദർഭത്തിൽ മൂലസ്ഥാനത്ത് നിന്ന ആലിനെ മുഴുവൻ വെട്ടി ഒതുക്കിയിട്ട് ആർക്കും നൊന്തില്ല, ആർക്കും പൊള്ളിയില്ല, ആർക്കും വേദനിച്ചില്ല. അതാണ് ഈ നാട്ടിലെ ആചാര കച്ചവടക്കാരുടെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ. അവർക്ക് ഇതൊക്കെ അവരുടെ രീതികൾക്കനുസരിച്ച് മാറ്റാൻ കഴിയും. ആ ക്ഷേത്രത്തിന്റെ, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ പിന്നീട് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് പോലും പ്രവേശനം അനുവദിക്കാതെ മുഴുവൻ കെട്ടിയടച്ചതിന് ശേഷം ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിട്ട് ഒന്ന് കൈയെടുക്കാൻ പോലും വിശ്വഗുരു തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അവിടെ പോയി ഒരു ദർശനം നടത്താൻ പോലും തയ്യാറാകാത്ത വടക്കുംനാഥനേക്കാൾ വളർന്ന വിശ്വഗുരു, അതാണ് ഇവർക്കുള്ളത്. ഇനിയിപ്പോ ഗുരുവായൂർ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി കുറെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവിടെ കയറ്റിയിറക്കി കുറെ പ്രകടനം നടത്തുന്നതിനപ്പുറം ഞാൻ വരുന്നു എന്ന് കരുതിക്കൊണ്ട് അവിടെ നടത്താൻ തീരുമാനിച്ചിരുന്ന ഒന്നും നടക്കാതിരിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നതല്ലേ ഒരു ജനകീയനായിട്ടുള്ള വിശ്വഗുരു ചെയ്യേണ്ട കാര്യം. പക്ഷെ ഞാൻ അവിടേക്ക് വന്നാൽ ഈച്ച പോലും പറക്കാൻ പാടില്ല. കാര്യം ഞാൻ അത്ര ധൈര്യമുള്ള ഡബിൾ എഞ്ചിനാണ്. ഈ രീതിയിലുള്ള പൊള്ളത്തരങ്ങൾ മാത്രമാണ്, ഡയലോഗുകളാണ്, PR വർക്കുകളാണ്. ഇവിടത്തെ മാപ്രകൾ എന്ന പാദസേവകർ അല്ലെങ്കിൽ കാൽ കഴുകി കുടിക്കുന്ന അടിമക്കണ്ണന്മാർ, അവർ ഉള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടില്ല എന്ന് കരുതിക്കൊണ്ട് ജനം ഇത് അറിയാതിരിക്കുകയൊന്നുമില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കും. ഗുരുവായൂരിൽ നടത്താൻ പോകുന്ന ഈ നെറികെട്ട മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം 12ഓളം കുടുംബങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇങ്ങനെ പുറംപോക്കിലേക്ക് വലിച്ചെറിയുകയാണ്. കാര്യം അവരുടെ ജീവിതത്തിലെ പോലും നിർണായകമായിട്ടുള്ള ഈ ദിവസത്തെ ഈ രീതിയിൽ ചവിട്ടിമതിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഈ നാടിന്റെ വിശ്വഗുരുവും ഈ നാടിന്റെ വലിയ സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൗരന്റെയും നികുതി പണത്തിലാണ് ഈ പട്ടി ഷോ കാണിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇത് ചില വ്യക്തികളുടെ കാര്യത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുകയും ഇത്തരം വിശ്വഗുരുമാരുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് ഒതുക്കി പിടിക്കുകയും ഒളിച്ചു പിടിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം അത് നശിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ആ 12 കുടുംബങ്ങളോടൊപ്പം നിന്നുകൊണ്ട് 12 കുടുംബങ്ങൾ 12 ഫാമിലി ആയപ്പോൾ എത്ര പേരായി? 24 കുടുംബങ്ങളെ നേരിട്ട് ബാധിച്ച ആ സംഭവത്തിൽ ഒരക്ഷരം നിങ്ങൾക്ക് ഉരിയാടാനില്ലെങ്കിൽ, ഒരക്ഷരം വിമർശനമില്ലെങ്കിൽ, അവരോട് കാണിച്ച ഈ നെറുകേടിനെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സവർക്കറിസമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് പറയേണ്ടി വരികയാണ്.